general form of Cauchy's theorem. നമ്മുടെ Cauchy's theorem റെക്ടാങ്കിൾ ഓപ്പൺ ഡിസ്ക് ഒക്കെ പഠിച്ചിട്ടുണ്ട്. Cauchy's theorem ഇപ്പോൾ ഓപ്പൺ ഡിസ്ക് പഠിച്ച സമയത്ത് നമ്മളത് ഏതൊക്കെ റീജിയനിലേക്ക് നമുക്കത് ജനറലൈസ് ചെയ്യാൻ പറ്റും എന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എലിപ്സ്, ഇന്റീരിയർ പാർട്ട് ഓഫ് റെക്ടാങ്കിൾ അങ്ങനെയൊക്കെ എടുത്തിട്ട് അവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ഓപ്പൺ ഡിസ്കിലുള്ള കേസിൽ എക്സ്റ്റൻഡഡ് വേർഷൻ, അതായത് ജനറൽ ആയിട്ടൊരു റീജിയനിൽ ഏതൊക്കെ സൈക്കിൾസ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ആണ് എന്നതാണ് പറയുന്നത്. So general form of Cauchy's theorem states that if f of z is analytic in a region omega, then integral over gamma f of z dz equal to 0 for every cycle gamma which is homologous to 0 in omega. Okay, 0 mode omega. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ സൈക്കിൾസിനും ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് 0 ആയിരിക്കും എന്നാണ് ജനറൽ ഫോം ഓഫ് Cauchy's theorem സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കേസ് ആയിട്ട് പ്രൂഫ്. ഫസ്റ്റ് ഒമേഗ ബൗണ്ടഡ് ആവുന്ന കേസും ആൻഡ് സെക്കൻഡ് വൺ ഒമേഗ അൺബൗണ്ടഡ് ആവുന്ന കേസും. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യുന്ന ഒമേഗ ഒരു ബൗണ്ടഡ് റീജിയൻ. ശേഷം നമ്മൾ എൻ്റയർ കോംപ്ലക്സ് ചെയ്യുന്ന ഒരു ഡെൽറ്റ ലെങ്ത് വരുന്ന സ്ക്വയേഴ്സുള്ള നെറ്റ് യൂസ് ചെയ്തിട്ട് കവർ ചെയ്യും. ഓക്കെ, for any given delta greater than 0, we can consider net of squares which cover the entire complex plane. Then നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒമേഗ കൺസിഡർ ചെയ്ത് പിങ്ക് കളർ, ലൈറ്റ് പിങ്ക് കളറിലുള്ള ഈ വരച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഇന്റീരിയർ പാർട്ടാണ് നമ്മുടെ റീജിയൻ. ആൻഡ് ഈ ഷെയ്ഡ് പാർട്ട് റീജിയനിലില്ല. ഓക്കെ, ഇനി നമ്മൾ ഫോർ സം ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ആ ഒരു സൈഡ് ലെങ്ത് വരുന്ന സ്ക്വയേഴ്സിന്റെ നെറ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ കോംപ്ലക്സ് പ്ലെയിൻ കവർ ചെയ്യും. ശേഷം ഇതിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള സ്ക്വയേഴ്സിന് എടുക്കുന്നു, ക്യൂജേഴ്സിന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ സ്ക്വയേഴ്സ് ഒക്കെ എന്താണ് നമ്മുടെ ഈ ഒരു ഒമേഗ എന്ന് പറയുന്ന റീജിയനിൽ കണ്ടെയ്ൻഡ് ആണ്. ആ ഓരോ സ്ക്വയർ നമ്മൾ ക്യൂ ജെ വേർ ജെ ബിലോങ്സ് ടു സം സെറ്റ് ജെ അങ്ങനെ ഡിനോട്ട് ചെയ്തു. ഇതിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള സ്ക്വയേഴ്സിന് ക്യൂ ജെ ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ ജെസിന്റെ യൂണിയൻ കൺസിഡർ ചെയ്യാം. യൂണിയൻ ഓവർ ജെ ബിലോങ്സ് ടു ജെ ക്യൂ ജെ. അപ്പോൾ ആ ഒരു യൂണിയൻ എന്താണ്? ഈച്ച് ഓഫ് ദിസ് സ്ക്വയർ ഈസ് എ വി ആർ കൺസിഡറിംഗ് ദ ക്ലോസ്ഡ് സ്ക്വയേഴ്സ് വിച്ച് ആർ കണ്ടെയ്ൻഡ് ഇൻ ദിസ് റീജിയൻ. അതായത് ആ ഒരു സ്ക്വയറിന്റെ ബൗണ്ടറി കൂടി ചേർത്തിട്ടുള്ള ആ ഒരു പാർട്ടിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ ക്യൂ ജെ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ക്യൂ ജെസിന്റെ ഇത് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. സോ നമ്മൾ അതിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അതും ഒരു ക്ലോസ്ഡ് സെറ്റ് ആണ്. ആൻഡ് ദിസ് ക്ലോസ്ഡ് സെറ്റ് എന്താണ്? ക്ലോസ്ഡ് സെറ്റിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ഈ ഒമേഗയിൽ കണ്ടെയ്ൻഡ് ആണ്. ആൻഡ് ഒമേഗ എന്താണ്? ഒരു ബൗണ്ടഡ് സെറ്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഈ ക്ലോസ്ഡ് സെറ്റ് എന്താണ്? ഇറ്റ്സ് എ ബൗണ്ടഡ് സെറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി എ ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് യൂണിയൻ ഈസ് എ കോമ്പാക്ട് സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഏതൊരു കവർ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫൈനൽ സബ് കവർ ഉണ്ടാവും. സോ ആ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട്, കോമ്പാക്ട്നെസിന്റെ ആ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ ജെ എന്ന് പറയുന്ന സെറ്റ് തന്നെ ഫൈനൈറ്റ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഈ ഒരു ജെ എന്ന് പറയുന്ന സെറ്റ് ഫൈനൈറ്റ് ആണ്. ഇനി നമുക്ക് ഏത് ഡെൽറ്റ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്ന സ്ക്വയേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ഡെൽറ്റ നമുക്ക് വേണ്ട രീതിയിൽ ചെറുതാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഈ ഒരു റീജിയനിൽ കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്ന ക്ലോസ്ഡ് സ്ക്വയേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നെറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു കണ്ടീഷൻ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നെറ്റ് ഓഫ് സ്ക്വയേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ ക്യൂ ജെസിന്റെ ബൗണ്ടറിനെ ഡോ ക്യൂ ജെ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. And it was taken in the anti-clockwise direction. Anti-clockwise direction. And next we are considering a cycle which is denoted by gamma delta, and it is defined by which is the summation over j in j dou qj. എന്താണെന്ന് വെച്ചാൽ ഈ ഒമേഗയിൽ കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്ന ക്ലോസ്ഡ് സ്ക്വയേഴ്സിന്റെ ബൗണ്ടറീസിന്റെ സം ആണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സൈക്കിൾ. ഓക്കെ, നമുക്ക് ആ സൈക്കിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, മുമ്പേ നമ്മൾ ചെയ്തത് വെച്ച് നിങ്ങൾക്ക് എന്താ കോമൺ സൈഡ്സ് ഒക്കെ ക്യാൻസൽ ആവും. ഈ സൈഡ്സ് ഒക്കെ തന്നെ കോമൺ ആയിട്ട് വരുന്ന സൈഡ്സ് ഒക്കെ ക്യാൻസൽ ആവും. പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? ഈ ഒരു സമ്മേഷനിൽ എക്സാക്ട്ലി വൺ സ്ക്വയറിന്റെ സൈഡ് ആയിട്ട് വരുന്ന ലൈൻ സെഗ്മെന്റ് മാത്രമേ ഈ ഒരു ഗാമ ഡെൽറ്റയിൽ ഉണ്ടാവുള്ളൂ. ആൻഡ് ഈ ഗാമ ഡെൽറ്റ സൈക്കിൾ ആണെന്ന് പറയുന്നത് എന്താണ്? ഈച്ച് ഓഫ് ദിസ് ഈസ് എ ക്ലോസ്ഡ് ആർക്ക്. സോ ദ സമ്മേഷൻ ഓഫ് ക്ലോസ്ഡ് ആർക്ക് ഈസ് എ സൈക്കിൾ. ആൻഡ് ഗാമ ഡെൽറ്റ ഈസ് എ സൈക്ലിംഗ് ഓഫ് ലൈൻ സെഗ്മെന്റ്സ് which are exactly the side of which are the sides of exactly one square in this dou qj's. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ഗാമ ഡെൽറ്റ എന്ന് പറയുന്ന ആ ഒരു സൈക്കിൾ. ആൻഡ് ഈ യൂണിയൻ ഓവർ ജെ ഇൻ ജെ ക്യൂ ജെന്റെ ഇന്റീരിയർ പാർട്ടിനാണ്, അതായത് ഈ ഒരു പാർട്ട് ഉണ്ടാവില്ല, ബൗണ്ടറീസ് ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇതിന്റെ ഇന്റീരിയർ പാർട്ട് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഒമേഗ ഡെൽറ്റ എന്നും ഡിനോട്ട് ചെയ്തു. ആൻഡ് ഇറ്റ് ഇസ് കണക്റ്റഡ്. സോ ഇതൊരു റീജിയൻ ആയിരിക്കും. ഈ ഗാമ ഡെൽറ്റ എന്ന് പറയുന്നതിന്റെ ഇന്റീരിയർ പാർട്ടാണ്, അത് കണക്റ്റഡ് ആണ്, ഓപ്പൺ ആണ്. സോ ഇറ്റ് ഇസ് എ റീജിയൻ. ആൻഡ് ഇവിടെ ഡെൽറ്റേനെ ഈ ഒരു സൈക്കിൾ ആയാലും ഒമേഗ ആയാലും ഡെൽറ്റ എന്ന് പറയുന്ന ആ ഒരു നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ഗാമ ഡെൽറ്റ എന്നും ഒമേഗ ഡെൽറ്റ എന്നും ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊന്നും നമുക്ക്
എഴുതാം. Proof. Assume first that the region omega is bounded, and given any delta greater than 0, we can cover the entire complex plane by a net of squares of side delta. Now let Qj, where j in J be the closed squares, not just a square, closed squares in the net which are contained in omega. Here, omega is a bounded set, therefore J is finite. The reason is that when we consider consider union over J in J Qj, which is a closed set contained in omega, and omega is a bounded set. Therefore, union over J in J Qj is compact set. Hence, the number of squares must be finite, and this the number of squares must be finite എന്ന് പറഞ്ഞ ഒരു സെറ്റ് കോമ്പാക്ട് ആയതുകൊണ്ട് ഏത് കവർ എടുത്തു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഏത് കവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാക്കും. സോ ആ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് എന്ന് പറയുന്നത് ജെ എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഇഫ് ഡെൽറ്റ ഈസ് സഫിഷ്യൻ്റ്ലി സ്മോൾ then J is not empty. Let dou Qj be the boundary of Qj which is taken in the anti-clockwise direction. Then gamma delta equal to summation over J in J dou Qj is a cycle, and gamma delta consists of those oriented line segments which are the sides of exactly one Qj. Okay. അതിന്റെ റീസൺ എന്താണെന്നുള്ളത് നമുക്കറിയാം. കാരണം എന്താണ്, മോർ ദാൻ വൺ സ്ക്വയറിന്റെ സൈഡായിട്ട് വരുന്നെങ്കിൽ നമ്മൾ ഓറിയന്റേഷൻ കൊടുക്കുന്നത് കൊണ്ട് അവിടെ ആ ഒരു സൈഡ് ക്യാൻസൽ ആയി പോകും. Now let omega delta be the interior of the union over J in J Qj. Okay. Now consider നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾക്ക് ഏതൊരു സീറോനോട് ഹോമോലോഗസ് ആയിട്ട് വരുമോ ഗാമ ഹോമോലോഗസ് ടു സീറോ മോഡ് ഒമേഗ ആയിട്ടുള്ള ഏതൊരു സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആൻഡ് ഇനി അനലിറ്റിക് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇന്റഗ്രൽ സീറോ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ കൺസിഡർ എ സൈക്കിൾ ഗാമ വിച്ച് ഈസ് ഹോമോലോഗസ് ടു സീറോ ഇൻ ഒമേഗ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഡെൽറ്റ ആർബിട്രേറ്റ് ഒരു ഡെൽറ്റ എടുത്തിട്ട് നെറ്റ് ഓഫ് സ്ക്വയേഴ്സ് കൺസിഡർ ചെയ്ത് ഡെൽറ്റ ഗാമ ഡെൽറ്റ ചൂസ് ചെയ്തു, ഒമേഗ ഡെൽറ്റ ചൂസ് ചെയ്തു, ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു സൈക്കിൾ ഗാമ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈക്കിൾ ഈ ഒരു ഗാമ എൻ്റയർലി കണ്ടെയ്ൻഡ് ഇൻ ഗാമ ഡെൽറ്റ ആവണം എന്നില്ല. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഇതിൽ ഇങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന സൈക്കിൾ എങ്കിൽ ആ ഒരു സൈക്കിള് ഏതിൽ കണ്ടെയ്ൻഡ് അല്ല, ഒമേഗ ഡെൽറ്റയിലോ അല്ലെങ്കിൽ ഗാമ ഡെൽറ്റ എന്ന് പറയുന്ന സൈക്കിളിന്റെ ഇന്റീരിയറിലോ കണ്ടെയ്ൻഡ് ആവില്ല. അന്നപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബൈ ചൂസിങ് ഡെൽറ്റ സഫിഷ്യൻ്റ്ലി സ്മോൾ such that the cycle gamma is entirely contained in the region omega delta. അങ്ങനെ ആവുന്ന രീതിയിൽ നമ്മൾ ഡെൽറ്റയെ ചെറുതാക്കി കൊണ്ടുവരും. ഓക്കെ, we choose delta so small such that gamma is contained in omega delta. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തു. എന്തൊക്കെയാണ് ഇപ്പം ഗാമ എന്ന് പറയുന്ന സൈക്കിൾ എൻ്റയർലി കണ്ടെയ്ൻഡ് ഇൻ ഒമേഗ ഡെൽറ്റ ആണത്. ഗാമ ഡെൽറ്റ എന്ന് പറയുന്ന സൈക്കിളിന്റെ ഇന്റീരിയറിലാണ് ആ ഒരു സൈക്കിൾ ഗാമ എന്ന് പറയുന്ന സൈക്കിൾ ലൈ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് സീറ്റ ബിലോങ്സ് ടു ഒമേഗ മൈനസ് ഒമേഗ
ഡെൽറ്റ. അതായത് നമ്മൾ ഒരു ആർബിട്രറിയാണ് വരച്ചത്. ഇതാണ് ഒമേഗ, ഇതായിരുന്നു ഒമേഗ ഡെൽറ്റ എന്ന് വിചാരിക്കും. ഒമേഗ ഡെൽറ്റ, അതായത് നമ്മുടെ സൈക്കിൾ ഒമേഗ ഡെൽറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇന്റീരിയറിലുള്ള പാർട്ടാണ് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒമേഗ മൈനസ് ഒമേഗ ഡെൽറ്റയിൽ നിന്നൊരു പോയിന്റ് സീറ്റ് എടുക്കും. അതായത് ഇവിടെ എന്തൊരു പോയിന്റ് സീറ്റ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, ലെറ്റ് സീറ്റ ബിലോങ്സ് ടു ഒമേഗ മൈനസ് ഒമേഗ ഡെൽറ്റ. Then theta belongs to നമ്മൾ ഈ സീറ്റ എങ്ങനെ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒമേഗ മൈനസ് ഒമേഗ ഡെൽറ്റയിൽ വെക്കണം. ആൻഡ് ദ സീറ്റ ബിലോങ്സ് ടു അറ്റ്ലീസ്റ്റ് 1 square cube which is not a QJ. ഓക്കെ, എങ്ങനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? ഒമേഗ മൈനസ് ഒമേഗ ഡെൽറ്റയിൽ നിന്നാണ്. ജസ്റ്റ് അത് എന്തായിരിക്കണം, ക്യൂജേസിലൊന്നും ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ അല്ലാത്ത ഒരു പോയിന്റ് ആണ് ചൂസ് ചെയ്യുന്നത്. ഒമേഗ മൈനസ് ഒമേഗ ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് എവിടെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്? ഈ ബൗണ്ടറിയിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ക്യൂജേന്റെ ബൗണ്ടറിയിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയും അല്ലാത്തൊരു പോയിന്റ് സീറ്റയാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. Also we need to we can find a point theta naught in Q which is not in omega. അതായത് നമ്മളിപ്പം ചൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ക്യൂജേസിലൊന്നും പെടാത്തൊരു സ്ക്വയറിലുള്ള ഒരു പോയിന്റ് സീറ്റയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ക്യൂജെ ആവാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയും? ക്യൂ എന്ന് പറയുന്നത് എൻ്റയർലി കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ഒമേഗ അല്ല. ആ ഒരു ക്ലോസ്ഡ് റെക്റ്റാങ്കിൾ ഒമേഗയിൽ കംപ്ലീറ്റ്ലി ലൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും ലൈ ചെയ്യുന്നില്ല. ഓക്കെ, അതപ്പോൾ നമുക്ക് എന്താണ്, ഒമേഗയിലേതല്ലാത്തൊരു പോയിന്റ് കൂടി ഈ ഒരു സ്ക്വയറിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അതായത് ആ സ്ക്വയറിന്റെ സം പാർട്ട് ഒമേഗയുടെ ഔട്ട് സൈഡിൽ ലൈ ചെയ്യുന്നത് എന്നാണല്ലോ മീനിങ്. അപ്പോൾ ഒമേഗയിൽ അല്ലാത്തൊരു പോയിന്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് സീറ്റ നോട്ട് കൺസിഡർ ചെയ്തു, വിച്ച് ഇസ് നോട്ട് ഇൻ ഒമേഗ. ആൻഡ് നമുക്ക് എന്താണ്, ക്യൂ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താണ്, ഈ രണ്ട് പോയിന്റ്സിന് നമുക്ക് സീറ്റയെയും സീറ്റ നോട്ടിനെയും നമ്മുടെ സ്ക്രീനിൽ നിന്ന് തന്നെ നോക്കിയാലും അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ സ്ക്വയർ വെച്ച് നോക്കിയാലും സീറ്റയെയും സീറ്റ നോട്ടിനെയും ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് കൺസിഡർ ചെയ്യാൻ പറ്റും. ആൻഡ് ക്യൂവിൽ തന്നെ ലൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈൻ സെഗ്മെന്റ് ചൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരേ സ്ക്വയറിൽ വരുന്ന രണ്ട് പോയിന്റ്സാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം ആ രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ആ ക്യൂ എന്ന് പറയുന്ന സ്ക്വയറിൽ തന്നെ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ സെഗ്മെന്റ് നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു ലൈൻ സെഗ്മെന്റ് കൺസിഡർ ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ആ ഇൻഡെക്സ് ഇൻഡെക്സിന്റെ വാല്യൂസ് ഒക്കെ പറയാൻ പറ്റും. ഓക്കെ, സോ പിന്നെ and it is possible to join theta and theta naught by a line segment which lies in Q and therefore does not meet omega delta. അതായത് ക്യൂവിൽ തന്നെ ലൈ ചെയ്യുന്ന രീതിയിലുള്ള ലൈൻ സെഗ്മെന്റ് ചൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യൂവിൽ തന്നെ ലൈ ചെയ്യുന്ന രീതിയിലുള്ള ലൈൻ സെഗ്മെന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ആ ഒരു ലൈൻ സെഗ്മെന്റ് ഒമേഗ ഡെൽറ്റയെ മീറ്റ് ചെയ്യുന്നില്ല എന്നാണ്. ഓക്കെ, therefore അങ്ങനെ ഒരു ലൈൻ സെഗ്മെന്റ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ഡെൽറ്റ നമുക്ക് എന്ത് പറയാം, ഗാമ എന്ന് പറയുന്ന ഈ ഒരു സൈക്കിൾ ഒമേഗ ഡെൽറ്റയിൽ ലൈ ചെയ്യുന്ന ഒരു സൈക്കിളാണ്. സോ നമുക്ക് n of gamma theta equal to n of gamma theta naught equal to 0 എന്ന് പറയും. അതായത് n of gamma theta naught 0 ആണെന്ന് കിട്ടി. ആൻഡ് നമുക്ക് ഒമേഗ ഇതെന്തുകൊണ്ടാണ് ഔട്ട് സൈഡിൽ ലൈ ചെയ്യുന്നത്, നമുക്ക് ഈ ഇൻഡെക്സ് 0 ആണെന്ന് കിട്ടി. ഗാമ ഒരിക്കലും ഇതിനെ വൈൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ഈ ഒരു സീറ്റയും എന്താണ്, സീറ്റനെയും സീറ്റ നോട്ടിനെയും കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സച്ച് ദാറ്റ് which does not meet the region omega. സോ നമുക്ക് എന്താണ്, ഈ ഒരു ഇൻഡെക്സും സെയിം ആയിരിക്കും. ആൻഡ് ഹൈസ് n of gamma theta equal to n of gamma theta not equal to 0 ആയിരിക്കും. കാരണം എന്താണ്, നമ്മൾ ഈ ഒമേഗ ഡെൽറ്റ എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തിരിക്കുന്ന ഇതെന്താണ്, അതിൽ ഹോൾസ് ഒന്നുമില്ല. എന്നാൽ നമുക്ക് ആ ഒരു ഒമേഗ ഡെൽറ്റയെയും ഈ ഒരു രണ്ട് പോയിന്റ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓപ്പൺ ഡിസ്ക് തന്നെ നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഗാമ എന്ന് പറയുന്ന സൈക്കിളിനെ ഈ പോയിന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എന്താണ്, ഓപ്പൺ ഡിസ്ക് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്പൺ ഡിസ്ക് കൺസിഡർ ചെയ്താൽ ഓപ്പൺ ഡിസ്കിനുള്ള എക്സ്റ്റീരിയറിലുള്ള പോയിന്റ്സ് ആണ് സീറ്റയും സീറ്റ നോട്ടും. അന്നപ്പം ഗാമ ഒരിക്കലും ആ പോയിന്റ്സിനെ വൈൻഡ് ചെയ്യുന്നില്ല. സോ നമുക്ക് എന്താണ്, ഈ ഒരു വൈൻഡിങ് നമ്പർ 0 ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ഡെൽറ്റ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ഡെൽറ്റ. ആൻഡ് ഇനി നമ്മൾ ഈ ഒരു ഗാമ ഡെൽറ്റ എന്ന് പറയുന്ന സൈക്കിൾ എടുക്കുന്നത്, ഈ ഗാമ ഡെൽറ്റ എന്ന് പറയുന്ന സൈക്കിളിന്റെ ഇന്റീരിയർ പാർട്ടാണ് ഒമേഗ ഡെൽറ്റ എന്ന് പറയുന്ന ആ ഒരു റീജിയൻ നമുക്ക് അല്ലെ. ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും.
ഒമേഗ ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് ഈ ടിക്ക് ഇട്ടിരിക്കുന്ന റീജിയന്റെ ഈ ഒരു റെക്ടാങ്കിൾസിന്റെ ഇന്റീരിയർ പാർട്ട് മാത്രമാണ്. അപ്പോൾ ഇതിന്റെ ബൗണ്ടറി ആണ് ഗാമ ഡെൽറ്റ. ഗാമ ഡെൽറ്റ എന്ന് പറയുന്ന സൈക്കിള് എന്തിനെ മീറ്റ് ചെയ്യുന്നില്ല? ഒമേഗ ഡെൽറ്റ എന്ന് പറയുന്ന റീജിയനെ മീറ്റ് ചെയ്യുന്നില്ല. സോ അതിലുള്ള പോയിന്റ്സ് ഒക്കെ തന്നെ ഒമേഗ ഡെൽറ്റയുടെ എക്സ്റ്റീരിയർ പോയിന്റ്സ് ആണ്. അപ്പോൾ എക്സ്റ്റീരിയർ പോയിന്റ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇപ്പം പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എന്താണ് ഇൻഡെക്സ് വാല്യൂ 0 ആയിരിക്കും. കാരണം എന്താണ്? ആ ഒരു സൈക്കിൾ ഒരിക്കലും ഗാമ ഡെൽറ്റയിലുള്ള പോയിന്റ്സിനെ വൈൻഡ് ചെയ്യാത്തത് കൊണ്ട് ഇൻഡെക്സ് വാല്യൂ 0 ആയിരിക്കും. ആൻഡ് സിൻസ് ഗാമ ഡെൽറ്റ does not meet omega delta, n of gamma theta is equal to theta for all theta on gamma delta. Okay. ഇനി നമ്മൾ പ്രൂഫിലേക്ക് കിടക്കുന്ന ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ചൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഗാമ ഡെൽറ്റയിലുള്ള പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എക്സ്റ്റീരിയറുള്ള പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റീരിയറുള്ള പോയിന്റ്സ് ഒമേഗ ഡെൽറ്റയിലെ എക്സ്റ്റീരിയറുള്ള പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് വൈൻഡിങ് നമ്പർ 0 ആണ് കിട്ടി. സോ ഇൻ പെർട്ടിക്കുലർ നമുക്ക് ഗാമ ഡെൽറ്റയിലുള്ള പോയിന്റ്സ് ഒമേഗ ഡെൽറ്റയുടെ എക്സ്റ്റീരിയർ പോയിന്റ്സ് ആയതുകൊണ്ട് എന്ത് പറയാം? ഈ ഒരു എക്സ്റ്റീരിയർ പോയിന്റ്സ് ആണ്. എക്സ്റ്റീരിയർ പോയിന്റ്സ് ആയതുകൊണ്ട് ആ അൺബൗണ്ടഡ് റീജിയനിലാണ് ഒമേഗ ഡെൽറ്റയുടെ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അൺബൗണ്ടഡ് റീജിയനിലാണ് വരുന്നത്. അപ്പോൾ ഈ ഗാമ എന്ന് പറയുന്ന സൈക്കിൾ ഒരിക്കലും ആ ഒരു പോയിന്റ്സിനെ വൈൻഡ് ചെയ്യുന്നില്ല എന്ന് നോക്കിക്കൊണ്ട് ഡയഗ്രാം വെച്ചിട്ട് പറയാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് എന്താണ് ഈ ഒരു ഇൻഡെക്സ് വാല്യൂ 0 ആയിരിക്കും for any theta on gamma delta. Now suppose that f is analytic in omega. Okay, now we have considered a analytic function f of z defined on the region omega. Now നമ്മളിപ്പം ആ ഒരു ഒമേഗ എന്ന് പറയുന്ന റീജിയനിൽ നിന്ന് ആർബിട്രേറ്റ് ഒരു പോയിന്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് എന്താണ്? ഇപ്പം ആ ഒരു പോയിന്റ് സം QJ നോട്ടിലാണ് ലൈസ് ചെയ്യുന്നത് വിചാരിക്കും. ഓക്കെ, സപ്പോസ് സെറ്റ് ബിലോങ്സ് ടു QJ നോട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/2πi ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഡോ QJ f of theta d theta by theta minus z equal to എന്ത് വരും? കോഷീസ് തിയറം ഫോർ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല വെച്ചിട്ട് ഇതെന്തായിരിക്കും? ഇറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് ആയിരിക്കും അല്ലെ? ഇഫ് സെറ്റ് ബിലോങ്സ് ടു QJ നോട്ട് then by Cauchy's integral formula 1/2πi into integral over dou QJ naught f of theta by theta minus z d theta എന്ന് പറയുന്നത് f of z ആയിരിക്കും. ഓക്കെ, ഇനി സപ്പോസ് ഇതൊരു QJ ആയിരുന്നു വിചാരിക്കും, where J not equal to J not equal to J naught, set belongs to QJ naught and integral over dou QJ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ f of theta by theta minus z എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ QJ എന്ന് പറയുന്ന ഈ ഒരു റെക്ടാങ്കിളിന്റെ ഇന്റീരിയറിൽ അനലിറ്റിക് ആയിരിക്കും. സോ കോഷീസ് തിയറം ഫോർ റെക്ടാങ്കിൾ വെച്ചിട്ട് ഈ ഇന്റഗ്രൽ എന്തായിരിക്കും? ഇന്റഗ്രൽ 0 ആയിരിക്കും. സോ 1/2πi into ഇന്റഗ്രൽ എന്തായി 0. ഓക്കെ, that is if z lies in the interior of QJ naught of some square QJ naught, then 1/2πi into integral over dou QJ f of theta d theta by theta minus z is equal to f of z if J equal to J naught. This is obtained by Cauchy's integral formula. Okay, and it is equal to 0 if J not equal to J naught by Cauchy's theorem for rectangle. Okay, by using these two terms, we can say that 1/2πi into integral over dou QJ f of theta by theta minus z d theta equal to f of z if J equal to J naught and 0 if J not equal to J naught. Okay, and hence in general we can say that f of z is equal to 1/2πi integral over gamma delta f of theta d theta by theta minus z. Okay, in general for z belongs to omega we can say that f of z is equal to z belongs to omega delta. We can say that f of z is equal to 1/2πi into integral over gamma delta f of theta d theta by theta minus z. Since both sides are continuous functions of z, this will hold for all z in omega delta. Okay, for all z in omega delta this is true. And integral over gamma f of z dz is equal to f of z എന്ന് പറയുന്നത് നമ്മൾ എഴുതി. integral over gamma f of z dz is equal to integral over gamma 1/2πi into integral over gamma delta f of theta minus z d theta dz. Okay, and ഈ ഒരു ഇന്റഗ്രൽ ഈ ഒരു ടേം വിത്ത് റെസ്പെക്ട് ടു ബോത്ത് പോയിന്റ്സിലും ഗാമ ഡെൽറ്റയിലായാലും ഗാമയിലായാലും എന്താണ് കണ്ടിന്യൂസ് ആണ്. നമുക്ക് നമ്മൾക്ക് എന്താണ് ഈ ഇന്റഗ്രലിനെ ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ്
the integrand of the integral is continuous function of both integration variables, namely parameters of gamma delta and gamma. Therefore, the order of the integration can be reversed. Okay, can be reversed. That is, integral over gamma f of z dz is equal to integral over gamma 1 by 2 pi I integral over gamma delta f of theta by theta minus z d theta dz, and which is equal to integral over gamma delta 1 by 2 pi I into integral over gamma dz by theta minus z f of theta d theta. Here 1 by theta minus z ആണ് with respect to both continuous ആയിട്ട് വരുന്നത്. സോ നമുക്ക് അവിടെ ഇന്റഗ്രലിനെ റിവേഴ്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ ഓവർ ഗാമ dz by theta minus z. Okay. And here 1 by 2 pi I into integral over gamma dz by theta minus z which is equal to എന്താണ്, ഇവിടെ z ആണ് ഗാമയിലുള്ള വേരിയബിൾ. അപ്പോൾ നമുക്ക് ഇത് എന്താണ്, dz by z minus theta എന്ന് പറയുന്നത് dz by theta minus z എന്നാണ്. അപ്പോൾ എന്താണ് minus n of ഗാമ theta. ഓക്കെ, which is equal to ഈ theta എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഗാമ ഡെൽറ്റയിലുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഗാമ ഡെൽറ്റയിലുള്ള പോയിന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഡെക്സ് എന്താണ് 0. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ഫോർ theta on gamma delta. ഓക്കെ, therefore അതായത് ഈ ഒരു ഇന്റഗ്രൽ തന്നെ 0 ആയി. സോ ഇൻ ടോട്ടൽ ഈ ഒരു ഇന്റഗ്രൽ എന്താവും, ഇന്റഗ്രൽ ഓവർ ഗാമ f of z dz is equal to എന്ത് വരും, 0 വരും. ഇവിടെ ഇന്റഗ്രൽ ഓവർ ഗാമ f of z dz is equal to ഈ ടേം ഈക്വൽ ആണെങ്കിൽ അതിൽ ഈ ഒരു ഇന്റഗ്രൽ 0 ആകുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്താണ് 0 വരും. ഓക്കെ, സോ നമ്മൾ ബൗണ്ടഡ് റീജിയനിലുള്ള ഏതൊരു സൈക്കിൾ എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് ഈ ഒരു ഇന്റഗ്രൽ 0 ആണ് എന്ന് കിട്ടി. ആർബിട്രേറ്റ് ഏത് സൈക്കിൾ നമ്മൾ ആർബിട്രേറ്റ് ചൂസ് ചെയ്ത സൈക്കിൾ ആയിരുന്നു, എന്നിട്ട് അതിന് അഡ്ജസ്റ്റ് ആവുന്ന രീതിയിൽ ഡെൽറ്റ ഒക്കെ ഫിക്സ് ചെയ്തതായിരുന്നു. അപ്പോൾ ഏതൊരു സൈക്കിൾ എടുത്തു കഴിഞ്ഞാലും ഇന്റഗ്രൽ ഓവർ ഗാമ f of z dz ഈക്വൽ ടു 0 ആയിരുന്നു. ഓക്കെ, and therefore we have proved it for bounded region omega. And if omega is unbounded, then we will consider a disk omega dash defined by mod z less than r, which is contained in omega and large enough to contain the cycle gamma, which is homologous to 0 mod omega. ഓക്കെ, അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അൺബൗണ്ടഡ് റീജിയൻ ആരും നമ്മൾ കൺസിഡർ ചെയ്തില്ല. ഇപ്പോൾ ഈ ഒരു ഷീറ്റ് മൊത്തമാണ് നമ്മൾ റീജിയൻ. അങ്ങനെയാണെങ്കിൽ ആ അൺബൗണ്ടഡ് റീജിയനിൽ നമ്മളൊരു സൈക്കിൾ ഹോമോലോഗസ് ടു 0 എടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ 0 സെന്റർ ആയിട്ട് വരുന്ന സർക്കിൾ ഒരു ഡിസ്ക് ചൂസ് ചെയ്യുന്നത് സച്ച് ദാറ്റ് ആ ഡിസ്ക് എന്തിനെ കണ്ടെയ്ൻ ചെയ്യണം, ഈ ഒരു ഗാമ ഹോമോലോഗസ് ടു 0 ആയിട്ടുള്ള ആ ഒരു സൈക്കിൾ ഗാമയെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു 0 സെന്റർ ആയിട്ട് വരുന്ന ഒരു ഓപ്പൺ ഡിസ്ക് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ആൻഡ് വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഒമേഗ ആയിരുന്നു. ഒമേഗയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു സർക്കിളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. If A does not belongs to omega dash, then either A belongs to omega complement or A lies outside the disk. In any case, n of gamma A is equal to 0. In any case, n of gamma A is equal to 0. Therefore, gamma homologous to 0 mod omega dash. അതായത് നമ്മളിപ്പോൾ എന്താണ് ഒമേഗ കോംപ്ലിമെന്റിൽ നിന്ന് ഒരു പോയിന്റ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ omega dash A does not belongs to omega dash എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് A എവിടെയായിരിക്കും, ഒമേഗയുടെ ഒമേഗ ഡാഷിന്റെ കോംപ്ലിമെന്റിൽ നിന്ന് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ എന്തായിരിക്കും ഒമേഗയിൽ തന്നെ ലൈ ചെയ്യുക, അത് ഒമേഗയുടെ കോംപ്ലിമെന്റിൽ തന്നെ ലൈ ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒമേഗ മൈനസ് ഒമേഗ ഡാഷ് എന്ന് പറയുന്ന പാർട്ടിൽ അതായത് ഒമേഗയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. എന്ത് തന്നെയായാലും നമുക്ക് എന്താണ് അതായത് നമുക്ക് ഡിസ്കിന്റെ ഔട്ട് സൈഡിൽ ലൈ ചെയ്യുന്ന രീതിയിലൊരു പോയിന്റ് ആയിരിക്കും. എന്ത് തന്നെയായാലും ഡിസ്കിന്റെ ഔട്ട് സൈഡ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഗാമ എന്ന് പറയുന്നത് ഡിസ്കിന്റെ ഉള്ളിലുള്ളതുകൊണ്ടും നമുക്ക് n of gamma A എന്ന് പറയുന്നത് 0 ആയിരിക്കും. Therefore, gamma homologous to 0 mod omega dash ആണ് പറയുന്നത്. ഈ സൈക്കിൾ homologous to 0 mod omega dash ആണ് കിട്ടി കഴിഞ്ഞാൽ omega dash എന്ന് പറയുന്നത് എന്താണ്, ഒരു ബൗണ്ടഡ് റീജിയൻ ആണ്, അല്ലെ ഒരു ഡിസ്ക് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, സൈക്കിളിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസ്ക്. അപ്പോൾ അതെന്താണ് ഒരു ബൗണ്ടഡ് റീജിയൻ ആണ്. അപ്പോൾ അത് ബൗണ്ടഡ് ആയതുകൊണ്ട് നമ്മൾ ബൗണ്ടഡിന്റെ കേസിൽ നമ്മൾ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, therefore ഇന്റഗ്രൽ ഓവർ ഗാമ f of z dz is equal to 0 ആണ് എന്ന് പറയാം. ഓക്കെ, അതായത് അൺബൗണ്ടഡ് ആവുന്ന കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ സൈക്കിളിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പൺ ഡിസ്ക് കൺസിഡർ ചെയ്യുന്നു. സച്ച് ദാറ്റ് ഓപ്പൺ ഡിസ്ക് എന്തായിരിക്കണം,
ഒമേഗയിൽ ലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ഡിസ്ക് ആയിരുന്നു. അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്പൺ ഡിസ്കിന്റെ എക്സ്റ്റീരിയർ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ പഠിച്ച റിസൾട്ട് വെച്ചിട്ട് ഇൻഡെക്സ് വാല്യൂ 0 ആയിരുന്നു. കാരണം ഗാമ ഒരിക്കലും അങ്ങനെ ഒരു പോയിന്റിനെ ഫൈൻഡ് ചെയ്യാനില്ല. സോ എന്നാൽ ഗാമ എ 0 ആയതുകൊണ്ട് നമുക്ക് എന്താ ഇനി എ ഡസ് നോട്ട് ബിലോങ്സ് ടു ഒമേഗ ഡാഷിന് ഇൻഡെക്സ് വാല്യൂ 0 ആയതുകൊണ്ട് ഗാമ ഹോമോലോഗസ് ടു 0 മോഡ് ഒമേഗ ഡാഷ് എന്ന് പറയാം. ആൻഡ് ഒമേഗ ഡാഷ് ഒരു ഡിസ്ക് ആണ്. സോ ഇറ്റ് ഇസ് എ ബൗണ്ടഡ് സെറ്റ്. ഓക്കെ, ബൗണ്ടഡ് റീജിയൻ. സോ നമ്മൾ ബൗണ്ടഡ് റീജിയൻ ഈ റിസൾട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് ആ റിസൾട്ട് യൂസ് ചെയ്ത് നമുക്ക് എന്ത് പറയാം, ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് ഈക്വൽ ടു 0 ആണ് എന്ന് പറയാം. Okay, so ഏത് കേസ് ആയിക്കഴിഞ്ഞാൽ ബൗണ്ടഡ് ആയാലും അൺബൗണ്ടഡ് ആയാലും ഫോർ എനി സൈക്കിൾ ഗാമ ഹോമോലോഗസ് ടു 0 ഇൻ ഒമേഗ കൺസിഡർ ചെയ്താലും ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ.